ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവുകയാണ്. കുറേ ദിവസമായി നമ്മുടെ കോഴിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഗോതമ്പും അരിയും കൂടെ വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. അതായത് നല്ലപോലെ വേവിക്കത്തില്ല, തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ ഇട്ട് രാവിലെ ആകുമ്പം കുതിർന്നിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കത്തതേ ഉള്ളൂ. പകുതി വേവ് കേട്ടോ. ചോറൊന്നും നല്ലപോലെ വേവിച്ചെടുക്കത്തില്ല. അപ്പോൾ അതിൽ കൂടെ ഗോതമ്പും തവിടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീട്ടിൽ വേസ്റ്റ് വരുന്ന എന്തെങ്കിലും മാവോ അല്ലെങ്കിൽ കറികളോ കറിയിൽ ഈ പച്ചക്കറിൻ്റെയൊക്കെ കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വേസ്റ്റൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇലയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ആ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തിട്ട് ഇതിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ മിക്സ് ചെയ്തതിനകത്ത് ഗ്രോവറും അതുപോലെ ലെയർ പെല്ലറ്റ്, ലെയർ മാഷ് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ കോഴികൾ കുഞ്ഞൻ കോഴികളൊന്നുമില്ല, എല്ലാം വളർന്ന കോഴികളാണ്. ഈ ഷെഡിനകത്തുള്ളത് മൊത്തം പൂവൻ കോഴികളാണ് കേട്ടോ. നമ്മൾ കൊടുക്കാനായിട്ട് വളർത്തിയെടുത്തതാണ്. അപ്പോൾ കുറേയൊക്കെ കൊടുത്തു. ഇനി കുറച്ച് ഈ കാണുന്ന കോഴികളും കൂടെ ഉള്ളൂ. ഇൻഷാ അള്ളാ അപ്പോൾ കുറച്ച് മുട്ട കൂടെ വെച്ച് വിരിയിപ്പിക്കണമെന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിൽ മുട്ട വെച്ച് വിരിയിപ്പിക്കുവേ. അപ്പോൾ നാടൻ കോഴിക്ക് ഇവിടെ ആവശ്യക്കാർ കൂടുതലാണ്. നാടൻ കോഴിക്കും അതുപോലെ നാടൻ മുട്ടയ്ക്കും കേട്ടോ. അപ്പോൾ ഒരാളിവിടെ കോഴിയെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ അവളിവിടെ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കോഴിയെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വെച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ എന്തായാലും അതിന് വേസ്റ്റുകളൊക്കെ അതിനകത്ത് വീണ് അഴുക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചെടികളുടെ ചുവട്ടിലാണ് കേട്ടോ ഒഴിക്കുന്നത്. കറിവേപ്പിലയ്ക്ക്, വാഴയ്ക്ക് അങ്ങനെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ നല്ല പോലെ വളരുന്നുണ്ട് ചെടികൾ. എന്നിട്ട് അത് വെയിറ്റുള്ള കുക്കറിനകത്താണ് കേട്ടോ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അല്ലാതെ വെച്ച് കൊടുക്കുന്ന എല്ലാം തട്ടിക്കമത്തി ഇടും. ഇതാകുമ്പോൾ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തൊരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങ് നിൽക്കും, തറയിൽ വന്ന് വീഴത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കീരിയും പട്ടിയും ഒക്കെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ട് ഈ കോഴികളെ ഒന്നും പുറത്തിറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഷെഡ് അടിച്ചതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കയറി ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ഈ ഷെഡിൻ്റെ ഇതിന് എത്ര ചിലവ് വന്നു എന്നുള്ളതായിട്ടുള്ള ഈ ഷെഡിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ തറ സിമെൻ്റ് ഇട്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ കിടക്കുന്നത് തറയൊക്കെ. ഇനിയിപ്പോൾ ഈ കോഴികളൊക്കെ ഇറക്കുമ്പോഴേ നമുക്കിത് വൃത്തിയാക്കാനൊക്കത്തുള്ളൂ, അല്ലാതെ പുറത്തോട്ടും ഇറക്കാൻ പറ്റത്തില്ല. ഇത് നിൽക്കവേ നമുക്ക് വൃത്തിയാക്കാനും പറ്റത്തില്ല. പിന്നെ ആവശ്യക്കാരൊക്കെ ഉണ്ട് നാടൻ കോഴിക്ക്. അസൽ നാടനാണെങ്കിൽ അതുപോലെ നാടൻ മുട്ട ഇതിനൊക്കെ ആവശ്യക്കാർ ഏറെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയുടെ സെയിലും ഉണ്ട്. അതുപോലെ അത്യാവശ്യം കോഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. കുറേ പേരൊക്കെ ഇവിടെ ഇങ്ങനെ കോഴി കൂവുന്നത് കേട്ടിട്ടാണോ ആയിരിക്കാം, കോഴി കൂവുന്നത് കേട്ടിട്ടൊക്കെ ആയിരിക്കും ഇവിടെ കോഴി ഉണ്ടോയെന്ന് ചോദിച്ചു വരും. ഞാൻ പോലും അറിയാത്ത ആൾക്കാരൊക്കെ ചോദിച്ചു വന്നിട്ട് മുട്ട മേടിക്കാനും കോഴിയെ മേടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നാടൻ മുട്ടയൊക്കെ ഇപ്പോൾ പഴയ കണക്കൊന്നും എവിടെയും കിട്ടാനില്ലാത്തതുകൊണ്ടായിരിക്കും പലയിടത്തും ആൾക്കാർ തിരക്കി വരുന്നത്. അപ്പോൾ മരുന്നിനൊക്കെയാണ് കേട്ടോ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ പിടക്കോഴി ഉണ്ടല്ലേ, ഒരു സൗണ്ട് മാറി വരുന്ന ഒരു പരുവം, അതായത് മുട്ടയിടുന്നതിന് മുമ്പേ ഉള്ള ഒരു പരുവത്തിൽ നമ്മുടെ ഇവിടെയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്തോ അതിന് പറയുന്നത്, കോഴി സൂപ്പ് വെച്ച് കൊടുക്കും കേട്ടോ. ഇവിടെ കോഴിച്ചാറെന്നാണ് പറയുന്നത്. അപ്പോൾ ഈർക്കിൾ കണക്കായിരിക്കുള്ളൂ അതിൻ്റെ കാലിൻ്റെ ആ ഒരു എല്ലൊക്കെ. അപ്പോൾ അത് മൊത്തത്തിൽ സൂപ്പ് വെച്ച് നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിക്കും കേട്ടോ. ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കോഴിയുടെ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.